പത്തനംമാറ്റ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നൈന തീരുമാനിച്ചിരിക്കുകയാണ് ആ കോമ്പറ്റീഷന് പോകാൻ വേണ്ടി. അങ്ങനെ പോവുകയും അനിയായിട്ട് പോവുക. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നു. ജ്വല്ലറിയുടെ ആൾക്കാരെല്ലാവരും കൂടെ നോക്കിയിരിക്കുക. എന്തായാലും ആർക്കാ ഇതിന് കിട്ടുക, ആരാ ഇതിന് ജയിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ അവസാന നിമിഷം വരും അവരെത്തിയില്ലായിരുന്നു, നൈനയും അനിയും. എന്നാൽ അവർ അവസാന നിമിഷം എത്തിയപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കിയിരിക്കുക. എന്തായാലും അവർ തോക്കുമെന്ന് ഉറപ്പല്ലേ. അവരുടെ ഡിസൈനൊക്കെ കൊള്ളത്തില്ലെന്ന് നമുക്കറിയാമല്ലോ. എന്തായാലും നമ്മൾ തന്നെ ഇത് ജയിക്കും. നമ്മളെ ഡിസൈന് ഏറ്റവും പുതിയതാണ്, പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് അനിയുടെ അടുത്ത് പറയുക, എന്തായാലും നിങ്ങളത് ജയിക്കാൻ പോകുന്നില്ല, അതൊക്കെ നമുക്ക് കണ്ടറിയാം കേട്ടോ എന്നൊക്കെ നവീനടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അനൗൺസ് ചെയ്യുകയാണ് ഇതിൻ്റെ ആരായിരിക്കും വിജയി എന്നുള്ളത്. അങ്ങനെ വിജയി പ്രഖ്യാപിക്കാൻ പോകുന്ന മുമ്പേ തന്നെ വീട്ടിലെല്ലാവരും മൂർത്തിയൊക്കെ എല്ലാവരും ചർച്ചയുടെ വിഷയമാണ് ആ തറവാട്ടിൽ. എന്തായാലും മുത്തശ്ശൻ പറയുന്നത് എന്തായാലും നമ്മുടെ ജ്വല്ലറി തന്നെയാണ് ഏറ്റവും നല്ല ഇതായിരിക്കും ഫസ്റ്റ് വാങ്ങുക എന്നുള്ളത് എനിക്ക് ഉറപ്പ് തന്നെയാണെന്ന് പറഞ്ഞ് മുത്തശ്ശനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് പറയുക, എന്തായാലും നിങ്ങൾക്ക് നൈനയുടെ വിശ്വാസം അത് മാത്രമാണ് എനിക്കുള്ളത്. എനിക്കും അത് തന്നെയാണ്. പക്ഷേ ആർക്കും അറിയില്ലല്ലോ ഇപ്പോഴും നമ്മൾ തമ്മിൽ വിളിക്കുന്നതും സംസാരിക്കുന്നതെന്നും. എന്നാൽ ഇനി ഈ വീട്ടിൽ വന്നാൽ മാത്രമേ എനിക്കത് എല്ലാം പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. ഇത് കേട്ടിട്ട് മുത്തശ്ശൻ പറയുക, എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ജയിക്കുമെന്ന്, അതിനു വേണ്ടിയാണ് എൻ്റെ പ്രാർത്ഥന മൊത്തം എന്നും പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ പ്രതീക്ഷിച്ചിരിക്കുക. നന്ദുവിനെ കാണാൻ വേണ്ടി വന്നിരിക്കുക വക്കീലും. അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവർ തമ്മിൽ കല്യാണാലോചന എല്ലാവർക്കും ആയില്ലേ, എനിക്കും കല്യാണം ആലോചിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു പോലീസ് ഓഫീസറെ ഇഷ്ടമാണ്. പക്ഷേ അത് ആരും മനസ്സിലാക്കുന്നില്ല. അവസാന നിമിഷം അത് തുറന്ന് പറയാം, പക്ഷേ നന്ദുവിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അതൊന്നും മനസ്സിലായില്ലായിരുന്നു. അനിയുടെ കല്യാണം എങ്ങനെയെങ്കിലും അവന്തിയായിട്ട് നടത്തിക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ വക്കീലിനുള്ളൂ. എന്നാൽ മാത്രമേ നന്ദുവിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ എന്ന് അറിയുകയും ചെയ്യാം. അതുപോലെ തന്നെ അനിയുടെ ആദ്യ ഭാര്യയായിട്ട് വക്കീൽ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കല്യാണം നടന്നാൽ ഏറ്റവും ഗുണം ചെയ്യുക നിങ്ങൾക്കായിരിക്കും, എന്നാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ഞാൻ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തായാലും എങ്കിലേ നമുക്ക് നഷ്ടപരിഹാരം കൂടുതൽ വാങ്ങിച്ചെടുക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറയുക, അതൊന്നും നമുക്കിപ്പോൾ ആലോചിക്കേണ്ട, എന്തായാലും ആർക്കാണ് ഇതിന് ഗുണമുള്ളത് നമുക്ക് മനസ്സിലായില്ലോ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കോമ്പറ്റീഷന് വിജയി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ ഇരുന്നപ്പോഴത്തേക്ക് അനൗൺസ് ചെയ്യുകയാണ്, എന്തായാലും ഡിസൈനിങ് ഫസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് നൈന എന്ന് പറയുകയും ചെയ്യുന്നു. നൈനയുടെ ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ ജ്വല്ലറി കളക്ഷനിൽ ഏറ്റവും ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഡിസൈനിങ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നൈനയെ വിളിച്ചപ്പോൾ തന്നെ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ ജ്വല്ലറീനെ വിളിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളവർക്ക് ഭയങ്കര ജ്വല്ലറിക്ക് അത് ഭയങ്കര തിരിച്ചടിയാവുകയും സങ്കടത്തോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്, ദേഷ്യം കൂടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ അവർ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു ട്രോഫി. അങ്ങനെ നൈനയെ പ്രശംസിച്ച് സംസാരിക്കുകയും രണ്ടുപേരും കൂടെ ചേർന്ന് അനിയും നൈനയും ചേർന്ന് ട്രോഫി ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ എല്ലാവരും ദേഷ്യത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ടി വി വഴി അവർ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ എല്ലാ കോമ്പറ്റീഷൻ്റെയും. ഇതൊക്കെ കണ്ട് വിജയിച്ചതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും വളരെ സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിജയം നമുക്കുള്ളതാണ്, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് ഇതെല്ലാം നടന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഓരോ കാര്യം കൊണ്ടും പല തടസ്സങ്ങളുണ്ടായെങ്കിൽ നമുക്ക് വിജയം ഉറപ്പായല്ലോ എന്ന് എല്ലാവരും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദുവിനും ഭയങ്കര സന്തോഷമാവുന്നു ഈ വിജയമാവുന്നത് വരെ എന്താണെന്നും അറിയാതെ സങ്കടത്തിരിക്കുകയായിരുന്നു എല്ലാവരും. എന്നാൽ ഇതിന് ജ്വല്ലറിക്ക് ഒരു തിരിച്ചടിയാവുകയും ചെയ്യുന്നുണ്ട്.